ആയിട്ട് എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ചു പേർക്കൊക്കെ എന്നെ അറിയാം. ഞാനും നിങ്ങളെ കുറച്ചു പേരെ ഫേസ് കാണുന്നുണ്ട്. എനിക്ക് പരിചയമുള്ള മുഖങ്ങളുണ്ട്. എങ്കിലും എന്നെ പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് താഹിറ. ഞാൻ താമരശ്ശേരി ചമലിലാണ് വീട്. ഹസ്ബൻഡിന്റെ വീടാണ് ഇവിടെ. അപ്പോൾ ലേഡീസിനെ സംബന്ധിച്ച് ഇവിടെ ആണല്ലോ പിന്നെ സ്വന്തം വീടായി മാറുക. എൻ്റെ സ്വന്തം നാട് കൊടുവള്ളി. നേരത്തെ സുജന മാഡം പറഞ്ഞ പോലെ അയ്യൂബ് സാറിന്റെ സിസ്റ്ററാണ്. ജ്യേഷ്ഠന്റെ അനിയന്റെ മക്കളാണ് ഞങ്ങൾ. സ്വാഭാവികമായിട്ടും ഈ മേഖലയിലേക്ക് കടന്നു വന്നത് അയ്യൂബ് സാറിലൂടെ തന്നെയാണ്. അപ്പോ ഞാനിവിടെ നിങ്ങൾക്ക് വലിയ മോട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും തരാൻ എൻ്റെ കയ്യിലില്ല. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മോർണിംഗ് മീറ്റിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു എനർജി എനിക്ക് ഇങ്ങോട്ട് കിട്ടിയാലോ എന്ന് കരുതി വന്ന വ്യക്തിയാണ്. അപ്പോൾ ഏറ്റവും നല്ല ഒരു ടീം തന്നെയാണ് നിങ്ങളുടേത്. എനിക്കറിയാം സനു സാറിന്റെ ഒക്കെ സ്പീച്ചും കാര്യങ്ങളൊക്കെ എന്നെയൊക്കെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ലീഡറെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ അതേ ഒരു ക്വാളിറ്റി നിങ്ങളിൽ എല്ലാ ആളുകളിലും തന്നെ ഉണ്ടാവുന്നു. സോറി, ആ ഒരു ക്വാളിറ്റിയോടുകൂടി വർക്ക് ചെയ്യുന്ന എനർജറ്റിക് ആയിട്ടുള്ള ലീഡേഴ്സ് ആണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മോട്ടിവേഷനോ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്പീച്ചോ ഒന്നും ആവശ്യമല്ല. എങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ കഴിഞ്ഞ 2 വർഷമായി ഡയറക്ട് സെല്ലിങ്ങിലേക്ക് ഞാൻ വന്ന എൻ്റെ ഒരു വഴി, അത് എനിക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു വഴി നിങ്ങൾക്ക് പറയാം എന്നാണ് ഞാൻ കരുതിയത്. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ, എന്തെങ്കിലും ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങളുടെ ഇൻകം വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ റാങ്കുകൾ ചേഞ്ച് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് തുണക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക കൂടിയാണ്. അപ്പോൾ വണ്ടർഫുൾ ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി ഞാൻ പറയാണ്. നല്ലൊരു പ്രഭാതം നമുക്കൊക്കെ സമ്മാനിച്ച സർവശക്തനെ സ്തുതിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മേഖലയിൽ തികച്ചും എന്നെ സംബന്ധിച്ച് ഡയറക്ട് സെല്ലിംഗ് എന്നത് ഞാൻ വാക്കുകളിൽ എവിടെയോ പഠിച്ച സമയത്ത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടേ ഇല്ല. ഡയറക്ട് സെല്ലിംഗ് എന്ന് ശരിക്കും ഒരു വീട്ടമ്മയായി കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒതുങ്ങിക്കൂടി കുട്ടികള് കുടുംബമായിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടെ എന്തെങ്കിലും ഒരു അഡീഷണൽ ഇൻകം എല്ലാവരും ആഗ്രഹിക്കുകയല്ലോ. അങ്ങനെ ആഗ്രഹിച്ച സമയത്ത് ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ എന്തുണ്ട് എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു ടൈലറിങ് എന്ന ഒരു മേഖലയിലേക്ക് എനിക്കൊരു ഇത് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരു മെഷീനൊക്കെ വാങ്ങി നല്ല രീതിയിൽ ഞാൻ ചെയ്തു തുടങ്ങി. അന്നേ എനിക്കുണ്ട്, പഠിക്കുന്ന സമയത്തേ ഉണ്ട് ഞാൻ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ വല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു വ്യക്തി. അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു വളരെ ഇതുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ആ മേഖലയിൽ വല്ലാതെ ഞാൻ ഉഷാറായി വളരാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു ഷോപ്പൊക്കെ എൻ്റെ വീട് തന്നെ ചേർന്നിട്ട് ഒരു റൂം എനിക്ക് സ്വന്തമുണ്ട്. അപ്പൊ വാടക ഒന്നും കൊടുക്കണ്ടല്ലോ. ആ ഒരു ആവശ്യമായിട്ട് ഞാനൊരു കടയിലേക്ക് ഒന്ന് മാറിയ സമയത്ത് വർക്ക് ഓവർ ആയ സമയത്ത് ഞാൻ ഒരാളെ കൂടെ നിർത്തി 2 പേരും കൂടെ ചെയ്യാൻ തുടങ്ങി. പല കസ്റ്റമറിൽ നിന്ന് എന്നോട് പറയും നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയും. ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരെ പറഞ്ഞു വിടാനും പറ്റുന്നില്ല. അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പറഞ്ഞു വിടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ഫുൾ ടൈം അതിലാണ് എന്റെ കാര്യം എന്റെ നാളെ പോലും ആശിക്കാൻ പറ്റാത്ത. പക്ഷെ എങ്കിലും എന്തോ ഞാൻ അപ്പോഴേ ഉണ്ട് എന്റെ മന എവിടെയെങ്കിലുമൊക്കെ പഠിച്ചെത്തണം, എവിടെയെങ്കിലുമൊക്കെ ആവണം, ഇതൊന്നും അല്ല ഞാൻ ചെയ്യേണ്ട മേഖല എന്നൊക്കെ എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ എന്തോ പിന്നെ അതിലങ്ങ് പലപ്പോഴും സ്ത്രീകൾ എനിക്ക് തോന്നി ഈ ഒരു ടീമിൽ ലേഡീസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലേഡീസിനെ സംബന്ധിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ അങ്ങ് മൂടി വെച്ച് പിന്നെ കുട്ടികളെ കുടുംബമൊക്കെ ആകുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് തള്ളി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ഞാനും അങ്ങനെ തന്നെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്താണ് അയ്യൂബ് സാറുമായിട്ട് അധികം കാണുക. അപ്പൊ ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങൾ കാണുന്ന സമയത്ത് മറ്റൊരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കും, ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഈ ഒരു മേഖലയെ കുറിച്ചൊന്നും ഞങ്ങൾ സംസാരിക്കാറേ ഇല്ല സത്യം പറഞ്ഞാൽ. പിന്നെ എനിക്കറിയാം അയ്യൂബ് സാർ ചെയ്യുന്ന ഇതാണ്. അപ്പൊ ഞാൻ അങ്ങനെ പറയും, അയ്യൂബ് നിങ്ങൾ എന്തോ ചെയ്യുന്നുണ്ടല്ലോ, ബിസിനസ് ആണല്ലോ. ആ ബിസിനസ്സാണ് അത്ര പറഞ്ഞ് ഒഴിവാകുക എന്നല്ലാതെ ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് ചോദിക്കാനുള്ള സമയത്ത് ആ കൂട്ടായ്മയും പല മേഖലയിൽ നിന്നും വന്ന പല ആളുകളെയും കണ്ട സമയത്ത് എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ, പ്രായം കൂടിയ ആളുകൾ, പല ടൈപ്പിലും കണ്ട സമയത്ത് എനിക്കിത് ചെയ്യണം എന്ന് ഞാൻ അവിടെ വെച്ച് എൻ്റെ തീരുമാനം എടുക്കുകയും അന്ന് തന്നെ പോരുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു എനിക്കൊരു ഹോം മീറ്റിംഗ് ചെയ്യണം, എനിക്ക് വീട്ടിലെ ഹസ്ബൻഡിനെ കേൾപ്പിക്കാം. ശരിക്കും ഈ ഒരു ഗ്രൂപ്പിൽ ആരെങ്കിലും ഹോം മീറ്റിംഗ് ചെയ്യാതെ ഇതിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആദ്യം ഹോം മീറ്റിംഗ് ചെയ്യാം. കാരണം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഹോം മീറ്റിംഗ് ചെയ്യുന്നത്
നിങ്ങൾ അടുത്തുള്ള ആളുകളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഹോം മീറ്റിംഗ് എന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് എന്താണ് ഈ ബിസിനസ്, എങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്റ്റുകൾ, എന്തിന് ഉപയോഗിക്കാം, എന്തിന് ഈ ബിസിനസ് ചെയ്യണം, ഈ 3 കാര്യം നമ്മുടെ വീട്ടിലുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഹോം മീറ്റിംഗ്. ആ ഒരു രീതിയിൽ ഞാൻ വീട്ടിൽ ചെയ്തു. കുറച്ച് അടുത്ത ഉള്ള ആളുകളൊക്കെ വന്നു, ഹസ്ബൻഡ് വന്നു. പക്ഷെ ഞാൻ ഈ പ്രോഗ്രാം അവിടെ വെച്ച് GTS കേട്ട സമയത്തെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ഇൻകത്തിലേക്ക് എത്താൻ കഴിയാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല ആ സമയത്ത്. പ്രത്യേകിച്ച് ലേഡി ആയതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ തന്നെ ഞാൻ വിചാരിച്ചു എനർജറ്റിക് ആയിട്ടുള്ള എന്നേക്കാൾ ഒരുപാട് കഴിവുള്ള 2 ജെന്റ്സ് ലീഡർമാരെ എന്റെ അസോസിയേഷനിൽ വളർത്തിയെടുത്താൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ അയ്യൂബ് സാർ എന്നെ സഹായിക്കും. ആ രീതിയിൽ എനിക്ക് വളരാൻ സഹായിക്കും എന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കി. അവിടെ നിന്ന് തന്നെ ഞാൻ അതിന് വേണ്ട ഒരാളെ ഞാൻ മനസ്സിൽ കണ്ടെത്തി. അത് നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ അറിയാം. എന്റെ കൂടെ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന DTC ലീഡർ ആയിട്ടുള്ള ബഷീർ സാറ് എന്റെ അളിയനാണ്, ഹസ്ബൻഡിന്റെ പെങ്ങളെ ഭർത്താവാണ്. അപ്പൊ അദ്ദേഹം 22 വർഷത്തോളം പ്രവാസിയായിട്ട് നിന്ന വ്യക്തിയാണ്. ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്തു. ആ ഗൾഫിൽ നല്ലൊരു ജീവിതം നയിക്കാണ്ടിരിക്കുന്ന സമയത്ത് അറ്റാക്ക് ഒക്കെ വന്നു. അവിടെ നിന്ന് എല്ലാം എക്സിറ്റ് അടിച്ചിട്ട് നാട്ടിൽ വന്നു. നാട്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ മേഖലയിൽ കടന്നു വരുന്നത്. അപ്പൊ തന്നെ ഞാൻ ഇദ്ദേഹത്തിനാണ് മനസ്സിൽ കാണുന്നത്. ശരിക്കും ഇദ്ദേഹത്തിന് വരുമാനം ഒരുപാട് നാൾ കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തി പിന്നീട് മക്കളെ ആശ്രയിക്കാതെ തന്നെ ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ആവശ്യം ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുക. അതോടൊപ്പം ഒരുപാട് കഴിവുകളുള്ള വ്യക്തി, ഒരുപാട് കോണ്ടാക്ട്സ് ഉള്ള ആള്, അതേപോലെ എന്നെക്കാൾ നല്ല രീതിയിൽ ഏത് സമയത്തും പുറം പോയിട്ട് ചെയ്യണമെങ്കിലും വർക്ക് എവിടെ എടുക്കണമെങ്കിലും ഏത് സമയത്ത് എടുക്കണമെങ്കിലും കപ്പാസിറ്റി ഉള്ള വ്യക്തി, ഞാൻ അവിടെ വെച്ച് എന്നെ മനസ്സിൽ കാണുക. അങ്ങനെ ഞാൻ അപ്പൊ തന്നെ അയ്യൂബായോട് സംസാരിക്കുകയാണ്, ഇങ്ങനെ ഒരാളുണ്ട്. അപ്പൊ എന്നോട് നീ ഹോം മീറ്റിംഗ് ചെയ്തോ, അളിയനെ വിളിച്ചോ എന്നാണ്. അങ്ങനെ നേരെ ഞാൻ വീട്ടിൽ വന്ന് ഹോം മീറ്റിംഗ് ചെയ്ത സമയത്ത് എനിക്കറിയാം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു മേഖല ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വരില്ല. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പല മേഖലകളും പരിചയമുണ്ട്, പല തട്ടിപ്പ് കമ്പനിയും പരിചയമുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ ഇത് കേൾക്കാൻ അദ്ദേഹം ഇങ്ങോട്ട് വരണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ ഒരു അപ്പോഴേക്ക് ഞാൻ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിവാഗൈൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അവിടെ ഇത്താത്തക്ക്, അളിയന്റെ വൈഫിന് ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ലിവാഗൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല റിസൾട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റിൽ ചെറിയൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും ഇതിൽ മറ്റുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. ഇന്ന് അയ്യൂക്കാക്ക് വീട്ടിലേക്ക് വരുന്നുണ്ട്, നിങ്ങളൊന്ന് അവിടെ വരെയും വരണം. ഞാൻ ഈ മേഖല ഒന്ന് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ മേഖലയെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് ഒരുപാട് മേഖലയിൽ പരിചയം ഉള്ളതുകൊണ്ടും തന്നെ ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഞാൻ ഇത് ചെയ്യണോ ചെയ്യണ്ടേ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. ഇതിൽ എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് കേട്ട് നോക്കി, എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്നോട് പറയണം, എന്നാ പിന്നെ എനിക്കിത് ചെയ്യണ്ടല്ലോ. ഞാൻ അങ്ങനെയാ പറഞ്ഞത്. ശരിക്കും ചില ആളുകളോട് നമ്മൾ ചിലപ്പം അങ്ങനെ ആയിരിക്കും പ്ലാൻ പറയേണ്ടി വരും. അപ്പൊ എനിക്കിത് പറഞ്ഞു തരാനും എന്നെ ഇത് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്നു, കൃത്യമായി ഇതിലെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിട്ട് കേട്ടു, മനസ്സിലാക്കി, ഒന്നും തിരിച്ചു പറയാനില്ല, ധൈര്യമായിട്ട് നീ ചെയ്തോന്നാണ്. അപ്പാണ് അയ്യൂബ് സാറുമായിട്ട് രണ്ടുപേരോട് പിന്നീട് ഇരുന്ന് സംസാരിക്കുന്നത്. അവള് മാത്രല്ല നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഹസ്ബൻഡും പ്രോഗ്രാം ഒക്കെ കേട്ട സമയത്ത് അദ്ദേഹത്തിന് നല്ല ഒരുപാട് പ്രൊഡക്റ്റുകൾ വേണം. ആദ്യം എന്നോട് പറഞ്ഞത് ഇതൊന്നും നടക്കൂല കേട്ടോ, ഇതെന്തോ സാധനമാണ്, ഇനി ഞങ്ങളെയും പെങ്ങളും കൂടെ ജയിലിൽ പോയി കിടന്നോളാണ്ടി എന്നൊക്കെ ആദ്യം പറഞ്ഞു. ആ വ്യക്തി നമ്മുടെ ഹോം മീറ്റിംഗ് കേട്ട സമയത്ത് എന്തൊക്കെയോ പ്രൊഡക്റ്റ് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു എന്നോട് വാങ്ങി ഉപയോഗിച്ച സമയത്ത് നല്ല റിസൾട്ട്. അപ്പോൾ അദ്ദേഹത്തിനെയും നല്ല കോൺഫിഡൻസ് കിട്ടിയ സമയത്ത് എനിക്ക് വേണ്ട സപ്പോർട്ട് അദ്ദേഹം തരികയും ചെയ്തു. ആ ഒരു രീതിയിൽ ഞാനും അതേപോലെ ബഷീർ സാറും, എൻ്റെ ഫസ്റ്റ് ഐഡിയ ആണ് ബഷീർ സാറ്. ഇന്ന് ഞാൻ ZDC റാങ്കിൽ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന ബഷീർ സാറ് DTC റാങ്കിലാണ്, എൻ്റെ തൊട്ട് താഴെയുള്ള റാങ്കിൽ. ഇപ്പൊ ഞാൻ കുറഞ്ഞ ബിസിനസ് വോളിയം കൂടിയേ ഉള്ളൂ STCയിലേക്ക്. ഞാൻ STC ആയി കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ബഷീർ സാറ് ZDCയിലേക്ക് കടന്നു വരും. അതേപോലെ തന്നെ മറ്റേ ഓർഗനൈസേഷനിൽ എൻ്റെ ജ്യേഷ്ഠത്തി എന്നെ സീനത്ത് മേഡാണ്, നിങ്ങൾ പലർക്കും അറിയാം, അവളും DTC റാങ്കിലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിലൊരു സിസ്റ്റം ഉണ്ട്, അതേപോലെ ഇതിലൊരു സ്റ്റെപ്പ് റോൾ ഉണ്ട്. ആ സ്റ്റെപ്പ് റോൾ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വളരാൻ സാധിക്കും.
അത് തുടക്കത്തിൽ തന്നെ ഞാൻ ബ്രോൺസ് ആയ സമയത്ത് അയ്യൂബ് സാറിനെ വിളിച്ചു ചോദിച്ചു, അയ്യൂക്ക ഞാൻ ബ്രോൺസ് ആയില്ല, ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യണ്ട, നിന്റെ താഴെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ ബ്രോൺസിനെ ക്രിയേറ്റ് ചെയ്താൽ മതി. ആ രീതിയിൽ തന്നെ ഞാൻ ബഷീർ സാറിനെ ബ്രോൺസ് ആക്കി, പിന്നീട് സീനത്ത് മാഡത്തിനെയും ബ്രോൺസ് ആക്കി. അപ്പൊ ഞാൻ രണ്ട് ഓർഗനൈസേഷനിലും എന്റെ വീട്ടിൽ കൊടുവള്ളി ഭാഗത്തുള്ള ഏരിയയിലുള്ള ആളുകളെയും എന്റെ ജ്യേഷ്ഠത്തിനെയും ഒരു ഓർഗനൈസേഷനിലും എന്റെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഇവിടെയുള്ള ആളുകളെ, ഇവിടെ അടുത്തുള്ള ആളുകളെയും ബഷീർ സാറേയും ഒക്കെ എന്റെ മറ്റൊരു ഓർഗനൈസേഷനിൽ അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. എന്റെ ഏരിയ ബേസിലാണ് നോക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ രണ്ട് വ്യക്തിയും ഞാൻ അടുത്ത സ്റ്റെപ്പ് കയറുമ്പോഴേക്കും നിന്റെ കൂടെ നീ പോകുന്ന എവിടാണോ അതിന്റെ തൊട്ട് പുറകിലായിട്ട് ഇവരെന്നും വരണം എന്നാണ് എനിക്ക് പറഞ്ഞു തന്നത്. നമ്മളെ ലീഡേഴ്സ് എന്താണോ നമ്മളോട് പറഞ്ഞു തരുന്നത് അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഏതൊരാൾക്കും വിജയത്തിലെത്താൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് കഴിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മുടെ ലീഡേഴ്സ് നമുക്ക് വേണ്ടി ഒരു വഴി തെളിയിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ ഞാൻ അയ്യൂക്കായും അതേപോലെ റജിന മാഡവും എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ലീഡറും കൂടെയാണ്. അപ്പൊ ഞാൻ അയ്യൂബ് സാർ തന്നെ പറയാൻ കാരണം എന്റെ തുടക്കം മുതലേ എനിക്ക് ശരിക്കും എന്നെ ഡയറക്റ്റ് അയ്യൂബ് സാർ കൊണ്ടുവന്നത് കൊണ്ടായിരിക്കാം. അയ്യൂബ് സാർ തന്നെയാണ് പല കാര്യത്തിനും എന്നെ റെഡിയാക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് വേണ്ട സപ്പോർട്ട് തരും. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഡയറക്റ്റ് മുകളിലുള്ള ആർ ടി സി ലീഡറോ എസ് ടി സി ലീഡറോ എല്ലാ കാര്യത്തിനും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുതെന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ ഡയറക്റ്റ് കൊണ്ടുപോകുന്ന പ്ലെയിൻ ലീഡർ ആരാണോ അവരെ തന്നെ നിങ്ങൾ എല്ലാ കാര്യത്തിനും വിളിക്കുക. അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിന് മാത്രം നിങ്ങൾ തൊട്ട് മുകളിലോട്ട് വിളിക്കുക. അവർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം വരുമ്പോഴാണ് അതിന്റെ മുകളിലോട്ട് കൊടുക്കേണ്ടത്. ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടീമിൽ എല്ലാ ആളുകൾക്കും ഒരേ അറിവ് കിട്ടും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് മറ്റുള്ളവരൊക്കെ ഒരു അപരിചിതത്വം തോന്നിയത് കൊണ്ട് തുടക്കത്തിൽ ഞാൻ ചെയ്ത കാര്യം അയ്യൂബ് സാറിന് പലപ്പോഴും എനിക്കൊരു പ്രൊഡക്റ്റിന്റെ ഏത് പ്രൊഡക്റ്റ് കൊടുക്കണോ എന്നുള്ള കാര്യത്തിനൊക്കെ ഞാൻ ഒരു വോയിസ് ആണ് ഇടുക. അപ്പൊ ഒരിക്കലും ഞാൻ വിളിക്കാറില്ല. എനിക്കറിയാം തിരക്ക്, മീറ്റിംഗ് ഒക്കെ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കൂല, ഒരു വോയിസ് ഇട്ട് വെക്കും. അപ്പൊ ഞാനൊരു വോയിസ് ഇട്ട് വെച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ ആ വോയിസ് കുറച്ച് കഴിയുന്ന സമയത്തും എനിക്കത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ പറ്റും. നമ്മളൊരു കോളിലാണ് നമ്മൾ വിളിച്ച് ഡൗട്ടുകൾ ചോദിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ലീഡേഴ്സ് എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ നമുക്കത് പറഞ്ഞു തരാൻ അവർക്കും പ്രയാസമായിരിക്കും. അതേപോലെ പിന്നീട് ഒരിക്കൽ കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതും പ്രയാസമായിരിക്കും. അങ്ങനെ ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്ന സമയത്ത് വോയിസിൽ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരും. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കും. പലപ്പോഴും ഞാൻ ചെയ്തത് ആ വോയിസ് എടുത്തിട്ട് നോട്ടിലേക്ക് എഴുതി വെക്കുക കൂടെ ചെയ്യും. ഞാൻ ഡിലീറ്റ് ആയി പോകണ്ടെന്ന് കരുതി. അതെനിക്ക് ഒരുപാട് സഹായിച്ചു. അതേപോലെ ഞാൻ പല പ്രൊഡക്റ്റിനെ കുറിച്ചും ഞാൻ തന്നെ ഡെയിലി ഒരു നേരം ഡോക്ടർ അഞ്ജിത മാഡത്തിന്റെ ട്രെയിനിങ് വെച്ചിട്ട് ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നോട്ടിൽ എഴുതി വെക്കുകയും അത് ഞാൻ തന്നെ മനസ്സിലാക്കുകയും ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് മുഴുവൻ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന സമയത്തൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവാനും നമുക്കത് കൊടുക്കുന്ന സമയത്ത് അവരെന്ത് ചോദിച്ചാലും നമുക്ക് മറുപടി അങ്ങോട്ട് കൊടുക്കാനും ലീഡർ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. അങ്ങനെ എനിക്ക് പല സമയത്ത് പല പ്രൊഡക്റ്റ് കോൺഫിഡൻസ് കൊടുക്കാൻ അത് സഹായകമായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ചെയ്തു പോരുകയും ഡയറിയിൽ ഞാൻ എല്ലാ ദിവസവും നോട്ട് ചെയ്ത് വെക്കുകയും ഒക്കെ ചെയ്യും. അത് ഒക്കെ ചെയ്തു. അങ്ങനെ ഞാൻ രണ്ട് ലീഡേഴ്സിനെയും എൻ്റെ വളർച്ചക്കനുസരിച്ച് എൻ്റെ കൂടെ തന്നെ പോകാൻ തുടങ്ങി. ഇപ്പൊ രണ്ടുപേരും DTCയിലാണ്. അടുത്ത് ഞാൻ STC ആകുമ്പോൾ ഈ രണ്ട് വ്യക്തികളെയും SZDCയിലേക്ക് മാറണം. അതിനുവേണ്ടിയുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിൽ പല ആളുകളും കൊണ്ടുവന്ന അസോസിയേറ്റ്സിന്റെ പുറകെ നോക്കാതെ ശ്രദ്ധിക്കാതെ പുതിയ ആളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പുതിയ ആളിലേക്ക് പോകുന്നതിലുപരി നമ്മൾ കൊണ്ടുവന്ന വ്യക്തിയുടെ ആ വ്യക്തിക്ക് വരുന്ന റിലേഷൻസ്, ആ വ്യക്തിക്ക് ആരെയാണോ അവരുടെ ലിസ്റ്റ് അനുസരിച്ചുള്ള വർക്കിന് നമ്മൾ പോവുകയാണെങ്കിൽ ഇതേ സ്റ്റെപ്പ് താഴേക്കും കൂടെ തുടരുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും ഒരേപോലെ വിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ്. അപ്പൊ ആ രീതിയിൽ ഇത് പല ട്രെയിനിങ്ങും മീറ്റിങ്ങും എവിടെ GTS സെന്റർ ഉണ്ടെങ്കിലും അവിടെ അറ്റൻഡ് ചെയ്യുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇന്നും ഞാൻ എന്ത് തിരക്കാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം GTS മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യും. ചില ആഴ്ചകളിൽ 2 എണ്ണം അറ്റൻഡ് ചെയ്യും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും GTS എന്നും കേട്ടതന്നെയല്ലേ കേൾക്കുന്നത്, ഇതിപ്പോ ഇങ്ങനെ വേണ്ടതുണ്ടോ, ഒരു മാസത്തിൽ ഒന്നൊക്കെ പോയെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ മിസ്റ്റേക്ക്. ശരിക്കും എന്നാണോ നിങ്ങൾ സ്വന്തം എത്രയും വലിയൊരു ഹാളിൽ GTS പ്രസന്റേഷൻ ചെയ്യാൻ നിങ്ങൾ സ്വയം ആവുന്നത് അതുവരെയും നിങ്ങൾ GTS കേട്ടോണ്ടിരിക്കും. മുമ്പ് വിബി സാർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവാം. വിബി സാർ പറഞ്ഞൊരു വാക്കുണ്ട്, തുടക്കത്തിൽ എന്നെ ടീം ഡെവലപ്പ് ആത്തോണ്ട് തന്നെ
പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഗസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ ടീം എന്നില്ല, ഞാൻ ഇന്ന് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് GTS നിന്ന് മാറി നിൽക്കുന്ന പല ആളുകളും. ആ ഒരു സമയത്താണ് GTS നിന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് GTS അറ്റൻഡ് ചെയ്യുക. ഒരു ഗസ്റ്റ് പോലും ഇല്ല, ആരും ഇല്ലെങ്കിലും നിങ്ങൾ കൃത്യമായി എല്ലാ GTSും അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 100 GTS അറ്റൻഡ് ചെയ്യാനാണ് വിബി സാർ പറഞ്ഞത്. 100 GTS വിബി സാറോട് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും വിബി സാർ STC ആയിക്കോളും എന്നാണല്ലോ തുടക്കത്തിൽ ലീഡർ പറഞ്ഞത്. 80 GTSോ 70 GTS അങ്ങാൻ കഴിഞ്ഞപ്പോഴേക്കും സാർ STC റാങ്കിലെത്തി. കാരണം നമ്മൾ നിരന്തരം ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതിന്റെ വഴി കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വരാൻ തുടങ്ങും. അപ്പോഴാണ് ഇത് വരിക. നമ്മൾ ഇവിടെ മാറി നിൽക്കുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേകത ഉണ്ട്. മീറ്റിങ്ങും ട്രെയിനിങ്ങും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ എവിടെ എത്താൻ പറ്റില്ല. കൃത്യമായ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ വളർച്ച. നമ്മൾ ആരും അല്ലെ നമ്മളെ മുമ്പേ ഉള്ള ഒരാളും ഇത് ചെയ്തവരില്ല. ഇപ്പൊ നമുക്ക് വേണ്ടി വഴി തെളിയിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞത് എന്താണോ അതനുസരിച്ച് മുന്നോട്ട് അങ്ങ് പോയാൽ മറ്റൊന്നും ഇതിൽ ചെയ്യേണ്ടതില്ല. ഇനി പല ആളുകളുണ്ട് പ്രൊഡക്റ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയായിരിക്കും. അത്ര വേണോ, എടുക്കണോ, ഇതൊക്കെയുള്ള ഒരു ഡൗട്ട്. അവിടെ നമ്മൾ ചെയ്യുന്നത് ഇത്രയും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നിട്ട് ചെറിയ ഒരു എമൗണ്ട് എങ്കിലും മുടക്കി ഒരു 50,000 രൂപന്റെ പ്രൊഡക്റ്റ് എങ്കിലും സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ സീരിയസ് ആവും. എല്ലാ GTS സെന്ററും നമ്മൾ അറ്റൻഡ് ചെയ്യും. ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 രൂപന്റെ പ്രൊഡക്റ്റ് എങ്കിലും കയ്യിൽ വേണം. ഇനി 50-ന് എടുക്കാൻ പറ്റാത്ത വ്യക്തിയാണെങ്കിൽ ഒരു 30-ഓ 35-നോ എടുത്തിട്ട് പിന്നീട് നമ്മുടെ പ്രൊഡക്റ്റുകൾ കൂട്ടി എടുക്കാൻ സാധിക്കും. എങ്ങനെ ഇത് കൂട്ടിയെടുക്കലെന്ന് വെച്ചാൽ, പല ആളുകളുണ്ട് പ്രൊഡക്റ്റ് എടുക്കും, സ്റ്റാർട്ടിങ്ങിൽ തന്നെ 20-30 രൂപക്ക് എടുക്കും, കുറച്ച് ദിവസം നല്ല ചാർജിൽ അങ്ങ് പോകും. കുറച്ച് കഴിയുന്ന സമയത്ത് പതുക്കെ മീറ്റിങ്ങും ട്രെയിനിങ്ങും ഇല്ലാതാവുകയും ഒന്ന് പുറകോട്ട് പോവുകയും വിചാരിച്ച പോലെ ആവുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത്, പ്രൊഡക്റ്റുകൾ സെയിൽ ആവുന്ന സമയത്ത് അതെടുത്തിട്ട് മറ്റു ചെലവിലേക്ക് മാറ്റി വെക്കുക, വിത്ത് തിന്നു പോവുക എന്ന് പറയാറ്. അവസാനം നോക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസയും ഉണ്ടാവില്ല, പ്രൊഡക്റ്റും ഉണ്ടാവില്ല. നമ്മൾ ഇതൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് നിങ്ങളൊരു ലക്ഷങ്ങളുടെ മുടക്കിയിട്ട് നല്ലൊരു സൂപ്പർ മാർക്കറ്റ് ആണ് തുടങ്ങിയതെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ തട്ടില് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും തുടക്കത്തിൽ തന്നെ നിങ്ങൾ ആ വിത്ത് എടുത്ത് തിന്നൂല. ശരിക്കും ഇവിടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതാണ് പല ആളുകളും നെഗറ്റീവായി പോകാനുള്ള കാരണം. അവിടെ നമ്മൾ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്യുക തുടക്കത്തിൽ എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു രീതി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അത് സീരിയസ്നെസ്സോട് കൂടി ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് ആ ഒരു ഇൻവെസ്റ്റ് ഇനി ചെറിയ രീതിയിൽ ചെയ്ത ആളാണെങ്കിൽ കൂടി നിങ്ങൾ ആ സ്റ്റോക്കിനെ കൂട്ടി എടുക്കുക. എപ്പോഴും നിങ്ങളുടെ കയ്യിലോ ഏതൊരാൾ ഒരു പുതിയ ആൾ ജോയിൻ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ സ്റ്റോറിൽ പോകേണ്ട ആവശ്യം വരാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പ്രൊഡക്റ്റ് എടുത്തു കൊടുക്കാൻ ഉണ്ടാവുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയാണ് ഈ ബിസിനസ് ചെയ്യുന്നതെന്ന് അയാളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കാനും കൂടെ നിങ്ങളത് സഹായിക്കും. അതേപോലെ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്തും ഒരു ക്ലോസിങ് ചെയ്യാനോ ഏതൊരാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കാനോ ഇതിനൊക്കെ അത് സഹായിക്കും. ഇനി എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം കുറച്ച് പോയിന്റുകളാണ്. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ ഒരു വളർച്ചയിൽ എനിക്ക് ഒരുപാട് മുതൽക്കൂട്ടായിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ പല മീറ്റിങ്ങുകളിലും കേട്ടതായിരിക്കാം, എങ്കിലും നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും. ഒന്നാമത്തെ കാര്യം, പല ആളുകൾ ഈ മേഖലയിൽ കടന്നു വന്നിട്ട് വരുന്ന ഒരു മാറ്റം, കടന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയൊരു ലക്ഷ്യം ഉണ്ടാവും. ഫസ്റ്റ് പോയിന്റ്, വൈ വി സെലക്ട് മൈ ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ എന്തിനാണ് മൈ ലൈഫ് സ്റ്റൈൽ സെലക്ട് ചെയ്തത്? വാട്ട് ഈസ് ദ പർപ്പസ്? നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടോ? ശരിക്കും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിലേ നമുക്ക് എവിടെ എത്താൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഈ ബിസിനസ് എന്താന്ന് പറഞ്ഞു തന്ന് ഇതിന് ഇങ്ങനെ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു തന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ സമയത്ത് നിങ്ങൾ വല്ലാതെ മോട്ടിവേറ്റഡ് ആയി, നിങ്ങൾ ഈ ബിസിനസ്സിൽ അങ്ങനെ ആക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വിൻ ചെയ്യണം, ഇന്നതാവണം, പല ലക്ഷ്യങ്ങളും നിങ്ങൾ മനസ്സിലുണ്ട്. നിങ്ങളുടെ ഒരു ലക്ഷ്യമൊക്കെ വിചാരിച്ച് നിങ്ങൾ ഇത് ജോയിൻ ചെയ്തവരായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ട് വന്നു, പിന്നീട് ഈ ബിസിനസ് കേട്ട സമയത്ത് വലിയ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കും ഇതിൽ വന്നത്. പക്ഷെ പിന്നീട് നിങ്ങൾ വിചാരിച്ച പോലെ ഇത് പോവാതെ വരികയും ചെയ്യും. പല ആളുകളും നെഗറ്റീവ് പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പതുക്കെ നിങ്ങൾ പുറകോട്ട് പോകാൻ തുടങ്ങും. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലക്ഷ്യം മറന്നു പോവുക. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പർപ്പസ് അതുണ്ടോ? നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾ വന്നത് എന്തിനായിരുന്നു മൈ ലൈഫ് സ്റ്റൈൽ? അത് നിങ്ങൾ ഇന്നും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ അത് ഇടയ്ക്ക് മറന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറിയിൽ നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ പർപ്പസ് അത് എന്താണോ അത് ഇന്ന് തന്നെ എഴുതി വെക്കുക.
അത് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഡയറി മറിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഫോണിലെ ഏറ്റവും ഫസ്റ്റിലെ നിങ്ങൾ കാണുന്ന ഭാഗത്തോ നിങ്ങളത് നിങ്ങളുടെ ലക്ഷ്യം എഴുതി വെക്കുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു സമയം നിങ്ങളുടെ അത് എളുപ്പമാക്കാൻ അത് സഹായിക്കും. ആ ഒരു രീതിയിൽ പല ആളുകളും ഈ പർപ്പസ് മറന്നു പോകാറുണ്ട്. ചിലപ്പോൾ വന്ന കാര്യം മറ്റെന്തൊക്കെയോ ലക്ഷ്യമായിരിക്കും, വന്ന സമയത്തുള്ള ലക്ഷ്യമായിരിക്കില്ല, പിന്നീട് അങ്ങ് തളർന്നു പോവുക. ഇതൊക്കെ പല ആളുകളിലും പല ടീമിലും കാണാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വിചാരിച്ച സ്ഥാനത്ത് എത്താനും പറ്റും. പല നെഗറ്റീവ് പറഞ്ഞ ആളുകളെടുത്തും നമ്മളെ കളിയാക്കിയ ആളുകളെടുത്തൊക്കെ നമ്മുടെ വിജയം, നമ്മൾ വിചാരിച്ച സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്, നീ ഇല്ലെങ്കിലും എനിക്ക് എത്താൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കാനും അത് സഹായിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റാണ്. ശരിക്കും ഈ ബിസിനസ്സിൽ സ്കില്ല് ആവശ്യമുണ്ടോ? ഒരു 20% മാത്രമേ സ്കില്ല് ആവശ്യമുള്ളൂ. ബാക്കി 80% നമ്മുടെ മൈൻഡ് സെറ്റാണ്. ശരിക്കും 20% സ്കില്ലില്ലാത്ത വ്യക്തികൾ, എനിക്ക് തോന്നുന്നില്ല ഈ സൂം മീറ്റിലൊന്നും 20% പോലും സ്കില്ലില്ലാത്ത വ്യക്തികൾ ഉണ്ടെന്ന്. ഒരുവിധം ഇന്ന് ഇന്ത്യയിൽ വരുന്ന എത്ര കോടി ജനങ്ങളുണ്ടോ ആ ജനങ്ങളിലൊക്കെ വളരെ മൈന്യൂട്ടായ അളവിൽ മാത്രമേ 20% പോലും സ്കില്ലില്ലാത്ത ആളുകളുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ 50 എബോവ് സ്കില്ലുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ 20% സ്കില്ല് വേണ്ട സമയത്താണ് പല ആളുകളും എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, എനിക്ക് അത്ര കഴിവില്ല, അല്ലെങ്കിൽ എനിക്കത് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ വരാം. അവിടെ മൈൻഡ് സെറ്റ് ആണ് നമ്മുടെ മൈൻഡ് സെറ്റ്. നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മളെ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കാനാണ് നമ്മുടെ ട്രെയിനിങ്ങും മീറ്റിങ്ങും. എവിടെ ട്രെയിനിങ് ഉണ്ടോ, എവിടെ മീറ്റിംഗ് ഉണ്ടോ, നിങ്ങൾ ആദ്യത്തെ ഒരു 1-2 വർഷം നിങ്ങൾ ഒരു കോഴ്സ് ആയിട്ട് ഇതിനെ ഏറ്റെടുക്കുക. ഇതൊരു കോഴ്സാണ്, നിങ്ങൾ പഠിക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് കിട്ടുന്ന ചെറിയ സ്റ്റേറ്റ്മെന്റ് ആണ് തുടക്കത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനങ്ങൾ. ഒരിക്കലും അത് നിങ്ങളെ വിചാരിച്ച ലക്ഷ്യത്തിലെത്താൻ പറ്റും, പക്ഷെ നാളുകളിൽ ഇതിന്റെ സാധ്യത അതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പല മീറ്റിങ്ങും ട്രെയിനിങ്ങും നിങ്ങളെ സഹായിക്കും. ആ രീതിയിൽ നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പല ലീഡേഴ്സിനും പല ട്രെയിനിങ്ങുകൾക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റും. അപ്പൊ 20% സ്കില്ല് മതി ശരിക്കും. അപ്പൊ ആ രീതിയിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുത്തുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബിസിനസ് തന്നെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ചില ലീഡേഴ്സ് ഇൻകം ഡിക്രീസ്, എനർജി ഡിക്രീസ് എന്ന് വെച്ചാൽ ഇൻകം അങ്ങ് കുറയുന്ന സമയത്ത് നമ്മുടെ എല്ലാ എനർജിയും താഴോട്ട് പോവുക. നല്ല രീതിയിൽ ഇൻകം കിട്ടുന്ന സമയത്ത് നന്നായിട്ട് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യും, നന്നായിട്ട് 1-to-1 കൊടുക്കുകയും പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യും ഒക്കെ ചെയ്യും. ഇൻകം കുറഞ്ഞു കഴിയുമ്പോൾ മെല്ലെ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് ചായ്വ് വരിക. ശരിക്കും വരുമാനം കുറയുന്ന സമയത്തും 2 അടിച്ചതുപോലത്തെ എനർജിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് പ്ലാൻ പ്രസന്റ് ചെയ്യാൻ. നിങ്ങൾ കൊടുക്കുന്ന കോൺഫിഡൻസ് ആണ് ഒരു വ്യക്തിനെ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. ഒരിക്കലും നിങ്ങൾ കൂടെ കൊണ്ടുപോകുന്ന ലീഡേഴ്സിന്റെ സംസാരം കേട്ടിട്ടോ അതല്ലെങ്കിൽ ലീഡേഴ്സിനെ കണ്ടിട്ടോ അല്ല നിങ്ങളുടെ കൂടെ പുതിയൊരു വ്യക്തി ജോയിൻ ചെയ്യുന്നത്. നിങ്ങളെ കൂടെ കൊണ്ടുപോകുന്ന നിങ്ങളുടെ ലീഡറെ വരുമാനം കണ്ടിട്ട് ഇവർ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ഫാൾട്ട്. ലീഡർക്ക് അവിടെ ഇതിന്റെ വരുമാനം വരുന്ന രീതി, അതല്ലെങ്കിൽ ഈ കമ്പനീന്റെ സ്റ്റെബിലിറ്റി, കമ്പനി എത്രത്തോളം ജെനുവിൻ ആണ്, ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അവിടെ നമ്മൾ ഇതിലോട്ട് ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ആ ഒരു കോൺഫിഡൻസ് നമ്മൾ കൊണ്ടുവന്ന വ്യക്തി ആരോ അവർക്ക് മാത്രമേ പാസ് ചെയ്യാൻ പറ്റൂ. അത് പാസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിൽ ആദ്യം ഈ ഒരു കോൺഫിഡൻസ്, ഈ ബിസിനസിനെ കുറിച്ചുള്ള കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയും നമ്മുടെ മീറ്റിങ്ങും ട്രെയിനിങ്ങും നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഇൻകം കുറയുന്ന സമയത്തും നമുക്ക് 2 അടിച്ച പോലെ ആ എനർജിയോട് കൂടി സംസാരിക്കാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ആളെ ജോയിൻ ചെയ്യിക്കാനും പറ്റുന്നിടത്താണ് നമ്മുടെ വിജയം. ചില ആളുകൾ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രസന്റേഷൻ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഒരാൾ പോലും കൂടെ വരില്ല. നമ്മള് ശരിക്കും ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതി പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കുന്ന ആളെ പുറകിൽ മാത്രമേ ആളുകൾ കയറാറുള്ളൂ. ചില ആള് വണ്ടി ഇറങ്ങിക്കഴിഞ്ഞ് വണ്ടി ഓടിക്കുന്ന വ്യക്തിനെ കണ്ടാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും, അത് ഓടിക്കുമ്പോഴേ നമുക്ക് പേടിയാണ് കയറാൻ, അല്ലേ? അപ്പൊ ഈ രീതിയിൽ നമ്മൾ കറക്റ്റ് ആണോ, നമ്മൾ ചെയ്യുന്ന ബിസിനസ് കറക്റ്റ് ആണോ, നമ്മൾ പറയുന്നത് കോൺഫിഡൻസിലാണ്, ഈ 3 കാര്യം കറക്റ്റ് ആണെങ്കിൽ നമ്മളെ കൂടെ ജോയിൻ ചെയ്യാനാണ് കേട്ടോ. നമ്മൾ 2-3 ആവർത്തി പറഞ്ഞിട്ടും പുതിയൊരാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. കേട്ട ആൾക്കല്ല, നമ്മൾ പറയുന്നിടത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് വരുന്നു. ഒന്നുകിൽ നമ്മൾ ഇനിയും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു,
ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യും തോറും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും നമുക്ക് പുതിയ ആളുകളിലേക്ക് എത്താനും ഏത് ഭാഗത്ത് നിന്ന് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ക്ലിയർ ആയിട്ട് മറുപടി കൊടുക്കാനും സാധിക്കും. ഇനി പല ആളുകളും പ്ലാൻ കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. ചെറിയ ഒരു സമയം കൊണ്ട് നമ്മൾ വളരെ കുറഞ്ഞ സമയം എടുത്തിട്ട് ഇനിയും എന്തൊക്കെയോ അവർക്ക് കിട്ടാനുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ പ്ലാൻ കൊടുക്കുന്നതാണ് ഏറ്റവും സക്സസ്ഫുൾ ആയ പ്ലാൻ. ഞാനൊക്കെ സ്റ്റാർട്ടിങ് സമയത്ത് അറിവില്ലാത്തത് കൊണ്ട് ഒരുപാട് ടൈം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവരൊന്നും എനിക്ക് ജോയിൻ ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പല സമയത്തും കുറഞ്ഞ സമയം, ഇത്തിരി സമയം എടുത്തിട്ട് നമ്മളിപ്പോ പോകുന്ന വഴിക്കൊക്കെ കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നത് സീരിയസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിപ്പോ തിരക്കൊന്നും ഉണ്ടാവില്ല, എന്നാലും എനിക്ക് അല്പം തിരക്കുണ്ട്, നമുക്ക് പിന്നീട് കാണാം, ഞാൻ എന്താണ് ചെയ്യുന്നത്, സമയമുള്ളപ്പോൾ നമുക്ക് കാണാം കേട്ടോ, അത്രേ കൊടുക്കേണ്ടുള്ളൂ ഫസ്റ്റ് ടൈം. പക്ഷെ രണ്ടാമത് തവണ നമ്മൾ ഒന്നുകൂടെ കണ്ടിട്ട് കുറച്ചുകൂടെ കാര്യം കൊടുക്കുക. ഓരോ തവണ കാണുമ്പോഴും നമ്മളിൽ നിന്ന് എന്തൊക്കെയോ അവർക്ക് കിട്ടാനുള്ള ഫീലിംഗ് അവിടെ വരും. തുടക്കത്തിലെ എല്ലാ കാര്യവും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ GTS കേൾക്കാനുള്ള മൈൻഡേ അവർക്ക് ഉണ്ടാവില്ല. GTSന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്ന രീതിയിൽ ചെറിയ രീതിയിൽ പ്ലാൻ കൊടുത്തിട്ട് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ട് നിങ്ങൾക്ക് പോരാൻ സാധിക്കും. ആ ഒരു 1 to 1 വളരെയധികം എനർജിയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു പോരാൻ നിങ്ങൾക്ക് സാധിക്കുക. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഞാൻ ഇന്ന് വരെയും 10 മിനിറ്റ് കൊണ്ടൊക്കെ കൊടുത്ത് പ്ലാൻ ചെയ്ത വ്യക്തി ഇന്ന് നല്ല പവർഫുൾ ആയ TC ലീഡറോ ATC ലീഡറോ DTC ലീഡറോ വരെ ആയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കൊടുത്തിട്ട് പിന്നീട് അവർ മീറ്റിംഗ് സെന്ററിൽ വന്നിട്ട് വേണം ബാക്കി കാര്യം പഠിക്കാൻ. പക്ഷെ മീറ്റിംഗ് സെന്ററിൽ എന്തോ ഉണ്ടെന്നുള്ള ആ ഒരു ഫീലിംഗ് അവരെ ഉള്ളിൽ തോന്നിക്കുന്ന രീതിയിൽ വരണം നിങ്ങളുടെ സംസാരം. അതിന് നിങ്ങളെ ട്രെയിനിങ്ങുകൾ നിങ്ങളെ എപ്പോഴും സഹായിക്കും. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് പുഷ് ഓൺലി സെൽഫ് സ്റ്റാർട്ട് എന്ന് വെച്ചാൽ പുഷ് ചെയ്തിട്ട് നിങ്ങളെ ലീഡേഴ്സ് തള്ളിക്കൊണ്ടുവരുന്ന രീതിയിൽ നിന്ന് മാറണം. നിങ്ങൾ തന്നെ സ്വയം സെൽഫ് സ്റ്റാർട്ട് ആവാൻ ശ്രമിക്കും. ചില ലീഡേഴ്സ് വന്ന് കുറച്ച് കഴിയുമ്പോൾ സ്ലോ ആയി പോകും. എന്നിട്ട് ലീഡേഴ്സ് തന്നെ അവിടെ നിന്ന് നിങ്ങളെ റീസ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകും. ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എവിടെയാണോ താഴോട്ട് പോകുന്നത്, നിങ്ങൾക്ക് മൈൻഡ് ഒന്ന് താഴോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിരന്തരം ട്രെയിനിങ്ങോ GTS അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. ഈ 2 കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ലെവൽ വർദ്ധിപ്പിക്കാനും നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാനും നിങ്ങളെ ഉള്ളൂ ഈ ലോകത്ത്. നമ്മൾ ഓരോരുത്തരും സ്വയം ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾക്ക് പഠിക്കണം. ഒരു ലീഡർ വന്നിട്ട് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സിസ്റ്റമേ അല്ല. ലൈഫ് സ്റ്റൈൽ എന്നാണോ നിങ്ങൾക്ക് സ്വയം വീണെടുത്ത് എണീക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ചില ആളുകൾ ജോയിൻ ചെയ്തു കുറച്ച് കഴിയുമ്പോൾ നിർത്തി വെച്ചിട്ടുണ്ടാവും, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാം. പലപ്പോഴും പറയാറുണ്ട്, വണ്ടിയൊക്കെ ഓടിക്കാൻ ആരെ കൊണ്ടും പറ്റും, വണ്ടിയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീറ്റിട്ട് ഓടാൻ പഠിക്കണം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓടിക്കാൻ ആരെ കൊണ്ട് സാധിക്കും, വീഴാനും ആർക്കും പറ്റും, വീണെടുത്ത് എണീക്കാൻ പറ്റും. അതാണ് ഈ ലൈഫ് സ്റ്റൈലും ഞാൻ പഠിച്ച പാഠം. വീണെടുത്ത് എണീക്കാൻ നമുക്ക് ആരെ കൊണ്ട് സാധിക്കും, നമ്മൾ വിചാരിക്കാം, അത്രേ. അപ്പൊ ആരെങ്കിലും അങ്ങനെ താൽക്കാലികമായിട്ട് ഒന്ന് സ്ലോ ആയവരുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്ത് എടുക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ഇനി ചില ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വീഡിയോ ഒന്നും ഓൺ ആക്കാതെ സൂം മീറ്റിൽ ഇരിക്കുക, റിവ്യൂ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ പറയാൻ ഒരു പേടി, ഉൾവലി, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. തുടക്കത്തിൽ എല്ലാ ആളുകളും ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു സമയത്ത് തുടക്കത്തിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളാണെങ്കിൽ ഇന്ന് കാണുന്ന എല്ലാ ലീഡേഴ്സും സംസാരിക്കാനുള്ള കഴിവും തെറ്റുപോകാതെ വാദോരാതെ സംസാരിക്കുന്നതൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ടീം ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കൂടെ ആളില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിലൊക്കെ ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് കുറവുകൊണ്ടോ നിങ്ങളുടെ ലെവൽ റെഡി ആവാത്തത് കൊണ്ടോ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇതിൽ ചെയ്യേണ്ടതുള്ളൂ. ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ ആരെ അടുത്തെങ്കിലും പ്ലാൻ പറയുന്ന സമയത്ത് ഫാൾട്ട് ആവുമ്പോൾ നിങ്ങൾ മൈനസ് ആയി പോവാതെ നിങ്ങൾ അവിടെ എവിടെയാണ് ഫാൾട്ട് എന്ന് കണ്ടെത്തി അതിനെ തിരുത്താൻ നോക്കുക. നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് സംസാരിക്കുക, എവിടെയാണെന്ന് നോക്കുക. ഇനി നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് താഴോട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു സമയത്ത് നിങ്ങൾ സൂം മീറ്റിനെ നിരന്തരം ഉപയോഗപ്പെടുത്തി നിങ്ങൾ റിവ്യൂസിൽ വരികയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവലിനെ നിങ്ങൾക്ക് തന്നെ റെഡിയാക്കാൻ പറ്റും. പല ആളുകളും സംസാരിക്കാൻ തന്നെ മടിയായിട്ടുണ്ടാവും. നിങ്ങൾ ഇനി അങ്ങനെ സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളെ കണ്ട് വന്ന 1 or 2 വ്യക്തികളെ ചിലപ്പോൾ ഒരു സൂം മീറ്റിൽ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തി നല്ല രീതിയിൽ സംസാരിക്കുകയും നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണമെന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങൾ ഓരോ വ്യക്തിനെയും ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടാകുക. അപ്പൊ നിങ്ങൾ അവരൊന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ലാതെ സന്തോഷം വരും. നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തി ഇതിൽ ഉഷാറാവുന്നത് കാണുന്നവരേക്കും നിങ്ങൾ വല്ലാതെ ഉഷാറാവുന്നു. അപ്പോ നിങ്ങൾക്ക് അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ അവര് നിങ്ങളെ കണ്ടല്ലേ പഠിക്കുക. നിങ്ങളെ സംസാരിക്കുന്നില്ല, നിങ്ങളെ വീഡിയോ ഓഫാണ്,
അങ്ങനെയാണ് എങ്ങനെ നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തി വീഡിയോ ഓൺ ആക്കും? എങ്ങനെ റിവ്യൂസ് പറയും? ഞാൻ നോക്കാറുണ്ട്, ഞാൻ കൊണ്ടുവന്ന വ്യക്തി എങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരെങ്ങനെ ചെയ്യുന്നു. ഞാൻ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ എന്നെ കണ്ടു വരുന്ന വ്യക്തി സംസാരിക്കും? ഒരിക്കലുമില്ല. നമ്മളെ കണ്ട ആ ഒരു വ്യക്തി, നമ്മളെ ലീഡറെ കണ്ടിട്ടല്ല അവർ ജോയിൻ ചെയ്തത്. അപ്പൊ നമ്മൾ എവിടെയോ ശരിയാവാത്തത് കൊണ്ടാണ് നമ്മളെ കൂടെ ടീമില്ലാത്തത്. നിങ്ങൾ കുറച്ച് ദിവസം, ഒരാഴ്ച നിങ്ങൾ കൃത്യമായിട്ട് ഈ സൂം മീറ്റിലെങ്കിലും, പല ആളുകൾക്ക് ചിലപ്പോൾ എല്ലാ GTS അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ, GTSൽ പെട്ടെന്ന് പോയിട്ട് പ്രസന്റേഷൻ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നോ റിവ്യൂസ് പറയാൻ പറ്റിക്കോളണോ ഒന്നുമില്ല. അതിനുവേണ്ടിയാണ് ഇതേപോലെയുള്ള സൂം മീറ്റിംഗ്. ഈ സൂം മീറ്റിങ്ങുകളിൽ നിങ്ങൾ റിവ്യൂസ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. തെറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾക്കുള്ള പോരായ്മകളും നമ്മൾക്ക് സംസാരിക്കാൻ കഴിവില്ലാത്തൊക്കെ നമ്മുടെ ലീഡേഴ്സിന് അറിയാം. എല്ലാവരും അതേപോലെയുള്ളവർ, ആരും ജനിച്ചന്നേ പെർഫെക്റ്റ് ആയി വന്ന ഒരാൾ പോലും. പിന്നീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൗട്ടുകൾ ചോദിക്കാനും, അതല്ലെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ റിവ്യൂസ് പറയാനൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴേ നമുക്ക് അതിനെ കൂട്ടി കൊണ്ടുവരാൻ പറ്റും. തുടക്കത്തിൽ ഒരാളും വലിയ സ്പീച്ച് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെറിയ സ്പീച്ച്, ഒരു റിവ്യൂസ് പറയുന്ന നേരം നാളെ നിങ്ങളെ താഴെ വന്ന ആളോട് ഒരു റിവ്യൂ പറയാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അപ്പൊ അവരും പറയും. അങ്ങനെ വേണം ടീമിനെ ലൈവാക്കാൻ. നിങ്ങൾ വീഡിയോ ഓഫ് ആക്കിയിട്ടാണ് ഒരു സൂം മീറ്റ് എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഷുവർ ആയിട്ടും പറയുന്നു, നിങ്ങളുടെ താഴെ വന്ന ഒരു വ്യക്തി പോലും വളരൂല. ഒരു വ്യക്തിയും വളരൂല, 100%. അപ്പൊ നിങ്ങൾ വീഡിയോയിൽ വരികയും സംസാരിക്കുകയും കാര്യങ്ങൾ ക്ലിയർ ആയി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ കണ്ട് നിങ്ങൾ വന്ന വ്യക്തി അതേപോലെ ചെയ്യും, നിങ്ങളുടെ ടീം വളരും. ഇതിന്റെ ഏറ്റവും ചെറിയൊരു ടിപ്പും വലിയൊരു ടിപ്പുമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യാൻ പറ്റിയാൽ മൈലേജ് സ്കെയിലിൽ നമുക്ക് എവിടെ എത്താം. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, വൈ ഡു സ്പീഡ് റാങ്ക് ചേഞ്ചിങ്? എന്തിനാണ് നമ്മൾ സ്പീഡിൽ റാങ്ക് ചേഞ്ച് ചെയ്യുന്നത്? ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞാനിപ്പോ സ്റ്റാർ ആണ്, റൂബി എത്താനുണ്ട്, ലീഡർ പറയാണ് പെട്ടെന്ന് അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് തന്നെ റാങ്ക് ഒന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ മാഡം, അല്ലെങ്കിൽ സാറേ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും നമുക്ക് റൂബി റാങ്ക് പിടിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾ പറയും, അതങ്ങനെ മെല്ലെ ആയിക്കോട്ടെ, അടുത്ത ആഴ്ച ആവണമെന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ചില ആളുകൾ. എന്തിനാ അങ്ങനെ പറയുന്നത്? ശരിക്കും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് 1 ലക്ഷം പോനായോ? സോറി, മോനെ യാത്ര അയച്ചാ, മദ്രസ ഉണ്ട്. അപ്പോ നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടി. ആ 1 ലക്ഷം നിങ്ങൾക്ക് കിട്ടുന്നത് ഒറ്റ ദിവസമാണ്, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ 1 ലക്ഷം നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കാം. പനന്തേട്ടനൊക്കെ ആ 1 ലക്ഷം കൊണ്ട് എന്തെല്ലാം ചെയ്യണമെന്ന് ഇപ്പൊ ആഗ്രഹിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ആരാണെങ്കിലും നമ്മൾ ആ 1 ലക്ഷത്തിനുള്ള വഴി എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മുടെ മൈൻഡിൽ നമ്മൾ കണക്കാക്കി നമുക്ക് നല്ലൊരു അച്ചീവ്മെന്റ് തന്നെ അതുകൊണ്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾക്ക് ആ 1 ലക്ഷം കിട്ടുന്നത് 5000 കിട്ടി, 2000 കിട്ടി, 3000 കിട്ടി, പതുക്കെ കിട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 3-4 വർഷം കൊണ്ടാണ് നിങ്ങൾക്ക് ആ 1 ലക്ഷം കിട്ടുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് കാണിക്കാനുണ്ടാവുക? നിങ്ങളുടെ ചെലവിലൂടെ അതങ്ങ് കഴിഞ്ഞു, എവിടെയും കാണിക്കാനുണ്ടാവില്ല. അപ്പൊ എന്തിനാണ് ഫാസ്റ്റ് ആയിട്ട് റാങ്ക് ചേഞ്ച് ചെയ്യാൻ ലീഡേഴ്സ് പറയുന്നത് വെച്ചാൽ, ലീഡേഴ്സിനൊന്നും കിട്ടാനല്ല, നിങ്ങളുടെ അച്ചീവ്മെന്റ് നിങ്ങൾ കൂടെ നിങ്ങളോട് നെഗറ്റീവ് പറഞ്ഞ ആളുകൾക്കും നിങ്ങളെ കളിയാക്കിയവർക്കും നിങ്ങളുടെ അച്ചീവ്മെന്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഫാസ്റ്റ് ആയിട്ട് റാങ്ക് ചേഞ്ച് ചെയ്യാൻ. ഇനി നിങ്ങൾ അങ്ങനെ 1 ലക്ഷം ഫാസ്റ്റ് ആയിട്ടാണ് നേടുന്നതെങ്കിൽ നിങ്ങളുടെ താഴെ വന്ന 2 ലീഡേഴ്സിനെങ്കിലും അതിൽ ഇൻകം കിട്ടിയിട്ടുണ്ടാവും, നല്ലൊരു ഇൻകം തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്താവും? നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തി നല്ല ചാർജിലായിരിക്കും. നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തിനെ ചാർജ് ആക്കണമെങ്കിൽ നിങ്ങളുടെ ഇൻകം ആദ്യം കൂട്ടണം. അപ്പൊ നിങ്ങൾ വീക്ക് സൈഡിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. ഒരു ഭാഗത്ത് നല്ല പവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചെറിയൊരു ശതമാനം നിങ്ങളുടെ പവർ സൈഡിലോട്ട് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം. 2 ഭാഗവും നമ്മൾ ഓരോരുത്തർ, ചില ആൾ വിചാരിക്കേണ്ട ഒരു ഭാഗം ലീഡേഴ്സിന്റെ ആണ്, ഓർക്ക് 1ഉം ഓർക്ക് 2ഉം നമ്മുടെ തന്നെ, നമ്മുടെ 2 കൈയുമാണ്. 2 ഭാഗവും നമ്മൾ ഡെവലപ്പ് ചെയ്തോണം. എവിടെയാണോ കുറവുള്ളത് ആ ഭാഗത്ത് വർക്ക് കൊടുക്കുക, എവിടാണോ കൂടുതലുള്ളത് ആ ഭാഗത്തേക്ക് വർക്ക് കുറയ്ക്കാം. ഇനി ഈ ഒരു മേഖലയിൽ ഹാർഡ് വർക്കും അതിലുപരി സ്മാർട്ട് വർക്കും വേണം. ചില ആളുകൾ രാവിലെ ഇറങ്ങും, ഫീൽഡിൽ ഓടുന്നുണ്ടാവും, റീറ്റെയിലിൽ തന്നെ ഫോക്കസ് കൊടുക്കുന്നുണ്ടാവും. റീറ്റെയിലിൽ ഫോക്കസ് കൊടുക്കണ്ട എന്നല്ല, റീറ്റെയിൽ വേണം, റീറ്റെയിൽ ഇതിന്റെ ബ്ലഡ് തന്നെയാണ്. പക്ഷേ റീറ്റെയിലിന്റെ കൂടെ റിക്രൂട്ട്മെന്റും കൂടെ നിങ്ങൾ ശ്രമിക്കണം. ശരിക്കും റീറ്റെയിൽ ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്തിനാ മൈലേജ് സ്റ്റൈൽ ചെയ്യുന്നത്? എനിക്ക് റീറ്റെയിലിൽ എന്തോ ചെറിയൊരു പ്രൈസ് കുറവുണ്ട്, അങ്ങനെ പറയുന്നത് തെറ്റാണോ എന്ന് അറിയില്ല. അപ്പൊ എനിക്ക് തുടക്കം മുതലേ ഞാൻ അങ്ങനെയാണ്, ചെറിയ രീതിയിൽ റീറ്റെയിൽ പോകുന്നുള്ളൂ, അധികവും റിക്രൂട്ട്മെന്റ് ആണ് ഞാൻ ചെയ്യാറ്.
ശരിക്കും റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറൊരു മേഖലയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻകം കിട്ടും അല്ലേ? നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻകം കിട്ടും. നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ 10 ദിവസം നമ്മൾ കിടന്നു പോയാൽ നമുക്ക് ഇൻകം. നമ്മൾ റീറ്റെയിൽ ആണെങ്കിലോ നമ്മൾ ചെയ്യാതിരുന്നാൽ നമുക്ക് കിട്ടൂല. നേരെ മറിച്ച് നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്ത് നല്ല ലീഡേഴ്സിനെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഇൻകത്തിലേക്ക് നമുക്ക് എത്താം. നാളുകളിൽ കിടന്നു പോയാലും നമുക്ക് ഒരു പ്രശ്നവും അവിടെ വരില്ല. നമ്മളെക്കാൾ കഴിവുള്ള വ്യക്തികളെ പോസ്റ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും റീറ്റെയിലിന്റെ ഇടയിൽ കൂടെ സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കും. സനു സാറേ, സമയം എത്ര വരെയാണ് എനിക്ക്? ഓക്കെ. അപ്പോ ആ രീതിയിൽ നമ്മുടെ റാങ്ക് ചേഞ്ചിന് ലീഡേഴ്സ് തീരുമാനിക്കുന്ന സമയം എപ്പോഴാണോ ആ സമയത്തേക്ക് നമ്മളും കൂടെ ഒന്ന് തയ്യാറെടുക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അടുത്ത റാങ്ക് ഉണ്ടെങ്കിൽ അടുത്ത റാങ്കിലേക്ക് ഫോക്കസ് കൊടുക്കുക. നമ്മളൊരു സ്ഥലത്തേക്ക് ടോർച്ച് അടിച്ചിട്ട് പോവുകയാണ്, ഇരുട്ടത്താണ് പോകുന്നതെങ്കിൽ ആ ടോർച്ചിന്റെ വെളിച്ചം ആ സ്ഥലം വരെ എത്തുമോ? ഇല്ല. ആ ടോർച്ച് ലൈറ്റ് എവിടെ വരെ എത്തുന്നുണ്ടോ അവിടെ വരെയും നമ്മൾ പോവുക. അത് ഇട്ടിട്ട് അടുത്തടുത്തേക്ക് അടിച്ചു പോവുക. അതേപോലെ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന റാങ്ക് എവിടെയാണോ അവിടേക്ക് ടോർച്ചിനെ തെളിയിക്കുക. അവിടേക്ക് തൊട്ടടുത്ത റാങ്ക് ഇപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലീഡറെ, ഈ സൂം മീറ്റിംഗ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ലീഡറെ വിളിക്കുക. നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന റാങ്ക് എവിടെയാണോ തൊട്ടടുത്ത റാങ്കിലേക്ക് എത്ര ബിസിനസ് വോളിയം ഉണ്ടെന്ന് നോക്കുക. ആ ബിസിനസ് വോളിയത്തിന് എത്ര കുറവുണ്ടെങ്കിലും അതിനെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ലീഡേഴ്സ് ഉണ്ടെങ്കിൽ എത്ര ലീഡേഴ്സിലൂടെ അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. നോട്ട് ചെയ്യുക. ശരിക്കും ഇതിൽ സ്മാർട്ട് വർക്കാണ് വേണ്ടത്. ബാക്കിയാണ് ഹാർഡ് വർക്കിന്റെ ആവശ്യം. എന്നിട്ട് നിങ്ങൾ ആ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എത്ര ലീഡേഴ്സിനെ കൊണ്ട് ചെയ്യിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ താഴെയുള്ള അടുത്ത ലീഡർക്ക് അടുത്ത റാങ്ക് ആവാൻ കുറഞ്ഞ ബിസിനസ് വോളിയം മതിയാവും. അപ്പൊ അവരെ കൂടി അതിൽ ഉൾപ്പെടുത്തി നിങ്ങൾ റാങ്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ താഴെയുള്ള ആളെ കൂടി റാങ്ക് ചേഞ്ച് ചെയ്യും. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ കമ്പനിയുടെ ഓഫർ 10,000 രൂപയ്ക്ക് 750 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കഴിയാൻ പോവാണ്. അപ്പൊ ഈ ഒരു സമയത്ത് വേണം അതിനെ ഉപയോഗപ്പെടുത്താൻ. അങ്ങനെ വരുന്ന ഓഫറുകൾ ഉള്ള സമയത്ത് നിങ്ങളുടെ ലീഡേഴ്സ് ടീമിലുള്ള എല്ലാ ആളുകൾക്കും ആ ഓഫർ കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം നിങ്ങളുടെ റാങ്കിനെ ചേഞ്ച് ചെയ്യാൻ കൂടി അതിനെ ഉപയോഗപ്പെടുത്തുക. എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ സൂം മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ നിങ്ങൾ റിവ്യൂസ് പറയുമ്പോൾ നിങ്ങളുടെ റാങ്ക് ഇപ്പൊ എവിടെയാണ് എന്ന് നിങ്ങൾക്ക് അടുത്ത റാങ്ക് ചെയ്യാൻ പറ്റും. എന്റെ സ്പീച്ചിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് പറയുന്നതിലുപരി എനിക്കിഷ്ടം അത് കേൾക്കാനാണ്. നിങ്ങളുടെ റാങ്ക്, എന്റെ സംസാരം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം. അപ്പൊ നിങ്ങളുടെ റാങ്കിനെ അടുത്തതിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര കുറവുണ്ട്, അടുത്ത ഒരു വീക്ക്, ഇന്നലെ ഇപ്പോൾ ഒരു ക്ലോസിംഗ് കഴിഞ്ഞു, അടുത്ത ഒരു ക്ലോസിംഗ് ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ആ റാങ്ക് ചേഞ്ച് ചെയ്യാൻ എത്ര വേണം, അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന് എന്തെങ്കിലും ഹെൽപ്പ് വേണം, നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങൾക്ക് റെഡിയായി നിൽക്കുകയായിരിക്കും. അപ്പൊ അതിനു വേണ്ടി ആവട്ടെ നിങ്ങളുടെ അടുത്ത ആഴ്ചത്തെ പ്രവർത്തനം കൂടി പറയാണ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, സെയിൽസ് ഈസ് എ പ്രൊഫഷൻ നോട്ട് എ ജോബ്. തുടക്കത്തിൽ എല്ലാ ആളുകളും ഇതൊരു ജോബായിട്ടായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു പ്രൊഫഷൻ ആയിട്ട് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ശരിക്കും മൈലേജ് സ്റ്റൈൽ ചെയ്യേണ്ടത് ഒരു ജോബായിട്ടാണോ? മൈലേജ് സ്റ്റൈലിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു പ്രൊഫഷൻ ആയിട്ട് ശരിക്കും എൻജോയ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ നാട്ടിൽ ഒരു GTS സെന്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു GTS സെന്ററിൽ എത്താൻ പറ്റാതെ വന്നു പോയാൽ നിങ്ങൾക്ക് വല്ലാതെ പ്രയാസം തോന്നണം ആ സമയത്ത്. അതാണ് ശരിക്കും നിങ്ങൾ മൈലേജ് സ്റ്റൈലിനെ ഇഷ്ടപ്പെടുന്നതിന്റെ ലക്ഷണം. നിങ്ങൾ പോകുന്നില്ല GTSന്, അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അതിങ്ങനെ വല്ലാതെ പ്രയാസം വരുന്ന സമയത്ത് നിങ്ങൾ മൈലേജ് സ്റ്റൈലിനെ സ്നേഹിക്കുന്നത്. നിങ്ങളെ അത് ടച്ച് ചെയ്യുന്നേ ഇല്ല എങ്കിൽ നിങ്ങൾ മൈലേജ് സ്റ്റൈലിനെ സ്നേഹിച്ചിട്ടില്ല, തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനെ പ്രൊഫഷൻ ആയിട്ട് തിരഞ്ഞെടുക്കാം. ഒരിക്കലും ഇതൊരു ജോലിയല്ല. ജോലികൾ പലതും ഉണ്ട് നാട്ടിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് നിർത്തിയിട്ട് അതിന് പോയിക്കോളണം. ഇതിനെ പ്രൊഫഷൻ ആയിട്ട് എൻജോയ് ചെയ്ത് ടൂർ വരുമ്പോൾ ടൂർ പങ്കെടുക്കാം. കോൺടെസ്റ്റുകൾ വരുന്നേരം കോൺടെസ്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്യാം. അത് നിങ്ങളുടെ ടീമിലുള്ള മാക്സിമം ആളുകളെ അത് വിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് വളർച്ച കാണിച്ചു കൊടുത്ത് നിങ്ങളെ കളിയാക്കിയവരുടെ മുന്നിൽ മൈലേജ് സ്റ്റൈൽ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റും. ഇനി മുന്നോട്ട് നിങ്ങൾക്കൊക്കെ പല മീറ്റിങ്ങുകളിലും നിങ്ങൾ കേൾക്കുന്ന 2025 കൂടി ഡയറക്ട് സെല്ലിംഗ്, പ്രത്യേകിച്ച് മൈലേജ് സ്റ്റൈലിന്റെ വളർച്ചാ കാലം പീക്ക് പോയിന്റിലേക്ക് പോകാൻ പോകണം. അവിടെ നിങ്ങൾ നല്ല ലീഡർ ആണെങ്കിൽ നിങ്ങളെ കൂടെ പുതിയ ആളുകൾ ജോയിൻ ചെയ്യും. ഇപ്പൊ എന്റെ ടീമിൽ അധികവും വരുന്ന ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ, ഡിഗ്രി കഴിഞ്ഞ കുട്ടികളൊക്കെ അതിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ശരിക്കും ഞാൻ ചെയ്യുന്നത് എന്നെ ചിലപ്പോൾ എന്റെ സ്റ്റാറ്റസിലൂടെയോ എന്റെ മാറ്റങ്ങളോ കണ്ടിട്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത മാറ്റത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. നിങ്ങളുടെ അച്ചീവ്മെന്റുകൾ അതിലേക്ക് നിങ്ങൾ ലക്ഷ്യം വെക്കണം. സമയം പോകുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ചെറിയ അച്ചീവ്മെന്റുകൾ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോ ശരിക്കും തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഞാൻ സനു സാറോട് ചോദിച്ചിട്ട് ഞാൻ എന്താ സംസാരിക്കേണ്ടതെന്ന്.
ശരിക്കും മൈലേജ് സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ ധാരാളമാണ്. നിങ്ങളുടെ ടീം ഇല്ലാതിരുന്നാലും നിങ്ങൾക്ക് അതും നാളുകളിൽ വളരുന്ന സമയത്ത് പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ സ്ട്രഗിൾ അനുഭവിച്ചാൽ അതും നിങ്ങൾക്ക് നാളുകളിലേക്ക് പറയാനുള്ള കാര്യമാണ്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശം വന്നു കഴിഞ്ഞാൽ അതിനെ മോശമായിട്ട് കാണാതെ അതും നല്ലതാണ് നാളുകളിലേക്ക് എന്ന് വിചാരിക്കുക. ഇന്ന് വരെയും വളർന്നു വന്ന ഒരു ലീഡർ പോലും സ്ട്രഗിൾ ചെയ്യാതെ വളർന്നിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല ആളുകളും ഇന്റർവ്യൂ ചെയ്യുന്നതും അതേപോലെ എക്സ്പീരിയൻസ് ഷെയറിങ് ചോദിക്കുന്നതും ഒക്കെ വളർന്നു വന്ന അച്ചീവ്മെന്റുകൾ നേടിയ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ലീഡേഴ്സിൽ നിന്ന്. ഒരിക്കലും ഫെയിൽ ആയി പോയവരെ ഒരാൾ പോലും ഇന്റർവ്യൂ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പാസ്സായവര് നല്ല മാർക്ക് കിട്ടിയ കുട്ടികളെ എല്ലാവരും ഇന്റർവ്യൂ ചെയ്യാറുള്ളൂ. ഒരിക്കലും ഫെയിൽ ആയവരെ ആരും ഇന്റർവ്യൂ ചെയ്യല്ല. ശരിക്കും ആ മാർക്കിന് പുറകിൽ വലിയൊരു എഫേർട്ട് ഉണ്ടാവും. അതാരും കാണാറില്ല. ആ രീതിയിൽ നിങ്ങളും തുടക്കത്തിൽ എഫേർട്ട് എടുക്കുക. നിങ്ങൾ ശരിക്കും മൈലേജ് സ്റ്റൈലിൽ മാത്രം തുടക്കത്തിൽ എഫേർട്ട് എടുക്കുക, പിന്നീട് എഫേർട്ട് ഇല്ല. വേറെ ഏത് മേഖലയാണെങ്കിലും തുടക്കം മുതൽ നിങ്ങളുടെ അവസാനം വരെ എഫേർട്ടാണ്. ഇവിടെ എഫേർട്ട് പിന്നീട് കുറഞ്ഞു കുറഞ്ഞു വരും. ആ എൻ ഗ്രാഫ് അറിയാത്തവരുണ്ടെങ്കിൽ വരച്ചു പഠിക്കുക. കൃത്യമായ ആഴ്ചയിൽ ടീമിൽ വർക്ക്ഷോപ്പുകൾ വെക്കുക. ഇതിലെ സാധ്യത ടീമിലേക്ക് കൃത്യമായി എത്തിക്കുക. വർക്ക്ഷോപ്പുകൾ നടക്കാത്ത ടീമുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി വർക്ക്ഷോപ്പുകൾ ആഴ്ച തോറും വർക്ക്ഷോപ്പും ഹോം മീറ്റിങ്ങിന്റെയും എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക. ഇത് തന്നെ ഇതിൽ വളരാൻ ആവശ്യമുണ്ട്. എന്റെ ചെറിയ അച്ചീവ്മെന്റോട് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഞാൻ തുടക്കത്തിൽ ഈ മേഖലയിൽ വന്ന സമയത്ത് വലിയ വലിയ സ്വപ്നങ്ങൾ, എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം ഡ്രൈവിംഗ് പഠിക്കുക, വണ്ടി ഓടിക്കുക എന്നുള്ളതായിരുന്നു തുടക്ക സമയത്തെ. പക്ഷെ വല്ലാതെ ഭയം എനിക്കുള്ളതുകൊണ്ട് തന്നെ അതിനുള്ള ആ ഒരു കോൺഫിഡൻസ് തന്ന കമ്പനിയും ഇതേപോലെ നിങ്ങളോട് സംസാരിക്കാനൊക്കെ എന്നെ സഹായിച്ച ഒരു കമ്പനിയുടെയാണ് മൈലേജ് സ്റ്റൈൽ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ ഒരു ആഗ്രഹമാണ്. പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് ഡ്രൈവിങ്ങിന് വേണ്ടി ലൈസൻസ് ഒക്കെ എടുത്തിട്ട് അളുമറയിൽ വെച്ചിട്ട് പിന്നെ ബസ് കയറി പോകുന്നത്. എനിക്ക് അതിനോട് താല്പര്യമില്ല. പഠിച്ചു കഴിഞ്ഞാൽ അത് എടുത്ത് ഓടിച്ചോളണം, അതാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ ആ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ വണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഹസ്ബൻഡ് സംസാരിച്ചു എന്നോട് പറഞ്ഞു, നീ ആദ്യം ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഡ്രൈവിംഗ് പഠിക്കും, എന്നിട്ട് വണ്ടി എടുത്തോണം. ഞാൻ പഠിച്ചു. പാസ്സായ അന്ന് തന്നെ അയ്യൂക്കാനെയും കൂട്ടി പോയിട്ട് ഒരു വണ്ടി ബുക്ക് ചെയ്തു. എൻ്റെ ടീമിൽ ഒരാൾക്കും കൂടെ ബുക്ക് ചെയ്തു. അയ്യൂബ് സാറിന്റെ വൈഫിനും 3 വണ്ടി ഞാൻ ഇറക്കുന്നത്. അതിന് എന്നെ പ്രചോദനമായത് എന്താന്ന് വെച്ചാല് അതിന്റെ ഒരു 4 മാസം മുമ്പേ ഷായർ സാർ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗിൽ വെച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഗോൾ ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ആ ഗോളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഗോള് നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കണം. അപ്പൊ ഞാൻ കയ്യിൽ എപ്പോഴും ഞാൻ ഡയറി സൂക്ഷിക്കുകയും എല്ലാ സമയത്തും ഡയറിയിൽ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഡയറി എടുത്തു. എന്നോട് ഫസ്റ്റ് പേജിൽ ഓരോരുത്തരും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എന്നോടും പറഞ്ഞു, ഫസ്റ്റ് പേജിൽ നിങ്ങളുടെ ഗോൾ എഴുതണം. ആ സമയത്ത് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ടില്ല, എനിക്ക് ഡ്രൈവിംഗും അറിയില്ല. അപ്പൊ ഞാൻ എഴുതിയത് ഒരു വണ്ടി ഇറക്കാന്നുള്ള എഴുതി, 2 വീലർ എന്ന് എഴുതി. അപ്പൊ സാറ് ഓരോരുത്തരോടും പിന്നെ ചോദിച്ച സമയത്ത് സാറ് ചോദിച്ചു, ഷാർ സാറ് നിങ്ങൾ എഴുതിയ ആഗ്രഹം എന്ത് വണ്ടിയാണെന്നും കൂടെ അതിൽ എഴുതണം. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു ആക്റ്റീവ. അപ്പൊ എന്നെ ചോദിച്ചു, സാറ് വിട്ടില്ല, ഏതാ കളർ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കളറോ ഇതും ഇപ്പൊ വേണമെന്ന് ചോദിച്ചു. അതും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബ്ലൂ ഓർ ബ്ലാക്ക് എന്നാണ് എഴുതിക്കോളി എന്നാണ്, അതും എഴുതി. പിന്നെ സാറ് വിട്ടില്ല. സാറ് ചോദിച്ചു, ഏത് ദിവസമാണ് ഇറക്കുന്നത്? നമ്മൾ അങ്ങനെ ഒന്നും വിചാരിച്ചില്ലല്ലോ, വെറുതെ ഒരു ഗോളായിട്ട് പറഞ്ഞല്ലേ. അപ്പോ ഏത് ദിവസമാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ ഒരു 6 മാസം പറഞ്ഞു. അപ്പൊ സാർ ഇങ്ങനെ കലണ്ടർ എടുത്തിട്ട് കണക്ക് കൂട്ടിയിട്ട് എന്നോട് കറക്റ്റ് ഡേറ്റ് ഇങ്ങോട്ട് പറഞ്ഞു, 6 മാസം തീരുന്ന ദിവസം. ആ ഡേറ്റ് അവിടെ എഴുതിക്കോളൂ, ഇന്നത്തെ ഡേറ്റ് എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. രണ്ടും എഴുതി വെച്ചു. പക്ഷെ എന്നെ വല്ലാതെ, ഞാൻ രാവിലെയൊക്കെ ഡയറി എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പേടിയാവാം. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് തോന്നുന്നു റൂബി റാങ്കിൽ എങ്ങനെയാണ്, ഒരു റൂബി റാങ്കിൽ നിൽക്കുമ്പോൾ ശരിക്കും 1 ലക്ഷത്തിന് പുറത്ത് വരുന്ന വണ്ടി എടുക്കാന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു പേടി. അപ്പൊ ഞാനിങ്ങനെ അത് എഴുതി വെച്ചു. എന്നെങ്ങനെ വല്ലാതെ ഞാൻ ഡയറി കാണുമ്പോൾ എനിക്ക് പേടിയാകും. ആ സമയത്താണ് ഞാൻ MIDG വേൾഡിന്റെ ഒരു ഏതോ ഒരു ലീഡർ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു സ്പീച്ചിൽ കേൾക്കുകയാണ്, നിങ്ങളുടെ സ്വപ്നം നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അച്ചീവ് ചെയ്യും. അപ്പൊ എനിക്കൊരു സമാധാനം, ഇന്നത് വല്ലാതെ ഭയപ്പെടും, ഞാൻ അത് അച്ചീവ് ചെയ്യുമെന്ന് മനസ്സിലായി. അന്ന് മുതൽ എൻ്റെ പേടി പോയി, ഞാൻ എൻ്റെ പ്രവർത്തനം അതിലേക്കായി. 6 മാസം എഴുതിയിട്ടുണ്ടെങ്കിൽ 4 മാസം ആവുമ്പോഴേക്ക് തന്നെ ആ വണ്ടി എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. ആ 4 മാസം വണ്ടി സ്വന്തമാക്കുന്നതിന്റെ 1 മാസം മുമ്പേ ഒരു ഫോൺ കൂടെ എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. അത് ഞാൻ മനസ്സിൽ വിചാരിച്ച ഒന്നല്ല, പക്ഷെ എന്തോ അതിലേക്കും കൂടെ എത്താൻ എന്നെ സഹായിച്ചു. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഗോളുകളോ ലക്ഷ്യങ്ങളോ ഇല്ല എങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ചെറുതെങ്കിലും സെറ്റ് ചെയ്യുക. പക്ഷെ അതിനൊരു ടൈമും കൂടെ നിങ്ങൾ എഴുതി വെക്കുകയും ആ എഴുതിയത് നിങ്ങളുടെ മൈൻഡിൽ മാത്രം നിൽക്കുന്നതിലുപരി ലീഡേഴ്സിന്റെ മുന്നിലോ സൂം മീറ്റിങ്ങിലോ നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ അതിലേക്ക് എത്തും തീർച്ചയായിട്ടും.
പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ മറ്റു ചെറിയ ചെറിയ ഒരുപാട് ഗോളുകൾ സെറ്റ് ചെയ്തു. അതൊക്കെ എനിക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുതിയൊരു ഗോൾ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള പ്രവർത്തനമാണ്. ശരിക്കും ഇതില് ബോസ് ഇല്ല, ടാർഗറ്റ് ഇല്ല എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ GTS കേൾക്കുമ്പോൾ. ശരിക്കും ഇതിൽ ബോസ് നമ്മൾ തന്നെ, നമ്മുടെ ബോസ് നമ്മൾ തന്നെ. അതേപോലെ നമ്മുടെ അച്ചീവ്മെന്റുകൾ വേണമെങ്കിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് ടാർഗറ്റ് വെച്ച് തന്നെ വർക്ക് ചെയ്യണം. നമ്മുടെ ടാർഗറ്റ് എപ്പോഴാ ഫില്ലാന്ന്, നമുക്ക് ആഗ്രഹങ്ങൾ ഒരുപാടില്ലേ, ആ ഓരോ ആഗ്രഹത്തിനെയും ചെറുത് ചെറുത് ചെയ്ത് ചെയ്ത് വലുതിലേക്ക് എത്തിയിട്ട് വലിയ മാറ്റങ്ങൾ കാണിച്ചു കൊടുത്ത് വലിയ വലിയ ഉയർച്ചയിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഓരോരുത്തരെയും സർവശക്തൻ തുണയ്ക്കട്ടെ എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്പീച്ച് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ